ശൂന്യവാദി പാശ്ചാത്യദേശധാരണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യ കൃഷ്ണകൃപാമൂർത്തി യസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത എന്നുള്ള അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ ശ്ലോകം വായിച്ചിട്ടുണ്ടായിരുന്നു. അർജുനൻ സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഭഗവാനോട് ചോദിച്ചു. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതു ത്യാഗസ്യ ച ഋഷികേശ പൃഥക്േശി നിഷൂദനം. എന്താണ് സന്യാസത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം? ത്യാഗത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്യായം ശ്രീലപ്രഭാകര ഭാവാർത്ഥത്തിൽ ഈ അധ്യായത്തെ കുറിച്ച് പറയുന്നത് 17ാമത്തെ അധ്യായത്തോടു കൂടി ഭഗവത്ഗീത ഉപദേശം അവസാനിച്ചു. 18ാമത്തെ അധ്യായത്തിൽ മറ്റ് അധ്യായങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കി ഭഗവാൻ ഒന്നുകൂടി അനുബന്ധമായിട്ട് പറയുന്നതാണ്. മറ്റ് അധ്യായങ്ങളിലുള്ള കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. എല്ലാ അധ്യായത്തിലും ഭക്തിയോഗം തന്നെയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനന്റെ ചോദ്യത്തിന് മറുപടി ഭഗവാൻ പറയുന്നതാണ് 2ാമത്തെ ശ്ലോകം മുതൽ. 2ാമത്തെ ശ്ലോകത്തിൽ സന്യാസത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ത്യാഗത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ഭഗവാൻ ചുരുക്കി പറഞ്ഞു തരുന്നുണ്ട്. സന്യാസത്തിന്റെ നിർവചനം എന്താണ്, ത്യാഗത്തിന്റെ നിർവചനം എന്താണ് ത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അതിനുശേഷം വിശദീകരിച്ച് സന്യാസത്തെ കുറിച്ചും ത്യാഗത്തെ കുറിച്ചും ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് 2ാമത്തെ ശ്ലോകം വായിക്കാം. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണാഃ. നമുക്ക് ആദ്യം വിവർത്തന ഭാവാർത്ഥം വായിച്ചതിന് ശേഷം എന്താണ് ശ്രീലപ്രഭാതർ പറയുന്നത് നോക്കാം. വിവർത്തന ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ മാതാജി വായിച്ചോ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദോ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാം. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ചകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ഫലോദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണം. ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. എന്നാൽ ആത്മീയോത്കർഷത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ത്യജിക്കാൻ പാടില്ല.
അടുത്ത ശ്ലോകങ്ങളിൽ ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട്. വൈദിക സാഹിത്യങ്ങളിൽ ഓരോ കാര്യസിദ്ധിക്കും വേണ്ടിയുള്ള യജ്ഞാനുഷ്ഠാനങ്ങളെ വെവ്വേറെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൽപുത്രലബ്ധിക്കും ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തിക്കുന്നതിനും ഉതകുന്ന സവിശേഷ യജ്ഞങ്ങളെ അവ നിർദ്ദേശിക്കുന്നു. എങ്കിലും അങ്ങനെ അഭീഷ്ട സിദ്ധികളെ മുൻനിർത്തിക്കൊണ്ടുള്ള യജ്ഞങ്ങളെ ഉപേക്ഷിക്കണം. ഹൃദയശുദ്ധിക്കും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടുന്നവ അനുഷ്ഠിക്കുകയും വേണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഭഗവാൻ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ സ്വന്തം അഭിപ്രായം മാത്രമല്ല പറയുന്നത്. വേദങ്ങൾ അനുസരിച്ച്, ശാസ്ത്രം അനുസരിച്ച് എന്താണോ മുന്നേയുള്ള മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നത്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ കവയോ ബുദ്ധിമാന്മാർ, പണ്ഡിതന്മാർ എന്താണ് പറയുന്നത്? കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതല്ല. സന്യാസം എടുത്ത ഒരാൾക്ക് കർമ്മം ചെയ്യാനുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. സന്യാസം എടുത്തതിനു ശേഷം ഒന്നും ചെയ്യാതിരിക്കുകയല്ല, എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതല്ല സന്യാസം എന്ന് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുന്നു. കാമ്യകർമ്മങ്ങളെ മാത്രമാണ് ഉപേക്ഷിക്കേണ്ടത് എന്നാണ് ഭഗവാൻ. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ. കാമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് ആണ് സന്യാസം. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഭൗതിക ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിനാണ്, ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നതാണ് സന്യാസം എന്നാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആത്മീയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സന്യാസത്തിലുള്ളതാണ്. സന്യാസം എടുത്തവർക്ക് ആത്മീയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കേണ്ടതില്ല, ആത്മീയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ശീലപ്രഭാതര് നമുക്ക് ഇതിൽ വലിയൊരു മാതൃകയാണ്. നമുക്ക് ശീലപ്രഭാതരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. സന്യാസം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത്. ഇത്രയും ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ പ്രചരിക്കുകയും ലോകത്താകമാനം ഭഗവാന്റെ മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളെ സ്ഥാപിച്ചത്, ഇതെല്ലാം സന്യാസം എടുത്തതിന് ശേഷമാണ് ശീലപ്രഭാതര് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളായിരുന്നില്ല, പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള കർമ്മമായിരുന്നു. അപ്പോൾ ആഗ്രഹമില്ലാതെ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാഗ്രഹമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നിസ്സംഗനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കും. അപ്പോൾ സന്യാസത്തിന് ശേഷം കർമ്മം എല്ലാം ഉപേക്ഷിക്കേണ്ടതില്ല. ആത്മീയ കർമ്മങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്നാണ് ഭഗവാൻ പറയുന്നത്. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ. സന്യാസത്തിന് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സന്യാസി എന്ന് ഭഗവാൻ പറയുന്നത്. 6-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലും സന്യാസിയുടെ നിർവചനം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോദ്യം സുസന്യാസി യോഗീച്ച നിരഗ്നിർണ ഛാത്രിയ. കർമ്മഫലത്തിനെ ഒന്നും ആഗ്രഹിക്കാതെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേദങ്ങളിൽ എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ കാര്യം ചെയ്യേണ്ടുന്ന കർമ്മം, അതിനെയാണ് കാര്യം എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന വ്യക്തിയാണ് സന്യാസി എന്ന് പറയുന്നത്. എന്നാൽ നിരഗ്നിർ ചാക്രിയ. അക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്നവനല്ല,
അല്ലെങ്കിൽ അഗ്നിഹോത്രങ്ങൾ ചെയ്യാതിരിക്കുന്നവനല്ല സന്യാസി. കർമ്മഫലം ആഗ്രഹിക്കാതെ, ഭൗതികമായിട്ടൊന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് സന്യാസി എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണ. ഇനി ത്യാഗം എന്താണെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരമാണ് രണ്ടാമത്തെ വരിയിൽ ഭഗവാൻ ചുരുക്കി പറയുന്നത്. സർവകർമ്മ ഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണ. ഇതും സ്വന്തം അഭിപ്രായമായിട്ട് ഭഗവാൻ പറയുന്നില്ല, വിചക്ഷണ. അതായത് പഠിപ്പുള്ളവർ, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ എന്താണ് പറയുന്നത്? പ്രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്, ത്യാഗത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? സർവകർമ്മഫലത്യാഗം. കർമ്മത്തെ ത്യജിക്കുന്നതല്ല ത്യാഗം, കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം. നമ്മൾ ത്യജിക്കേണ്ടത് ഏതെങ്കിലും ഒരു കർമ്മത്തെയല്ല, ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെയാണ്, അല്ലെങ്കിൽ ഫലത്തോടുള്ള ആസക്തിയാണ് നമ്മൾ ത്യജിക്കേണ്ടത്. അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഇതിനെ രണ്ടിനെ കുറിച്ചും വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ അത് വായിക്കാം. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത ശ്ലോകം വായിക്കാം. ഓക്കെ, ശ്ലോകത്തിൽ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം. ത്യാജ്യം ദോഷവരുത്തേകെ കർമ്മപ്രാഹുർ മനുഷ്യന യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം ഇതി ചാപനെ. കർമ്മത്തെയും ത്യാഗത്തെയും കുറിച്ചാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്യാജ്യം ദോഷവരുത്തേകെ കർമ്മപ്രാഹുർ മനീഷിന യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം ഇതി ച അപരേ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? പ്രഭു, ഞാനാണ്. സഞ്ജീവനി. വായിച്ചോ. ഹരേ കൃഷ്ണ. ത്യാജം ദോഷപതിത്യേകേ കർമ്മ പ്രാഹുർമനീഷിന യജ്ഞദാനതപകർമ്മ ന ത്യാജമിതി ചാപരേ. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാർപ്പിച്ചേ. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. ഭാവാർത്ഥം: വൈദിക ഗ്രന്ഥങ്ങളിൽ പല കർമ്മങ്ങളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഉദാഹരണത്തിന്, യജ്ഞത്തിലെ ജന്തുബലി നിർദ്ദിഷ്ടമാണെങ്കിലും ഏതു വിധത്തിലായാലും പ്രാണിഹിംസ നിന്ദ്യമാണെന്ന് ഊന്നി പറയുന്നവരുണ്ട്. യജ്ഞത്തിലെ ജന്തുഹിംസ വൈദിക ഗ്രന്ഥങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ജന്തു കൊല്ലപ്പെടുന്നതായി കരുതുന്നില്ല. ആ ജന്തുവിന് ഒരു പുതിയ ജീവിതം കൊടുക്കുന്നതിനായുള്ളതാണ് യജ്ഞം. ചിലപ്പോൾ ആ മൃഗത്തിന് ഒരു പുതിയ മൃഗജീവിതം നൽകപ്പെടുന്നു, അല്ലെങ്കിൽ ഉടനെ മനുഷ്യജന്മം ലഭിച്ചെന്നും വരാം. എന്നാലും ഇക്കാര്യത്തിൽ അഭിജ്ഞർക്ക് അഭിപ്രായൈക്യമില്ല. ചിലർ വാദിക്കുന്നു ജന്തുഹിംസ എപ്പോഴും ഉപേക്ഷിക്കണമെന്ന്. ഒരു പ്രത്യേക യജ്ഞത്തിന് അത് കൊള്ളാമെന്ന് മറ്റു ചിലർ ഊന്നി പറയുന്നുമുണ്ട്. യജ്ഞത്തെക്കുറിച്ചുള്ള ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാലാമത്തെ വായിക്കണോ പ്രഭുജി? വേണ്ട മാതാജി, മൂന്നാമത്തെ ശ്ലോകം. താങ്ക് യു മാതാജി. മാതാജി ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ത്യാഗത്തെ കുറിച്ച് ഭഗവാൻ വീണ്ടും വിശദമായിട്ട് പറഞ്ഞത്. ത്യാഗത്തെ കുറിച്ച് നേരത്തെ എന്താണ് പറഞ്ഞത്? കർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണ. കർമ്മഫലത്തിനെ ത്യജിക്കുന്നതാണ് ത്യാഗം എന്നാണ് വിചക്ഷണ, പാണ്ഡിത്യമുള്ളവർ, അറിവുള്ളവർ പറയുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാന്റെ സ്വന്തം അഭിപ്രായം ഇപ്പോഴും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. പണ്ഡിതരായിട്ടുള്ള ആളുകൾ, വേദങ്ങളൊക്കെ പഠിച്ച ആളുകൾ
പറയുന്നത് കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം. കർമ്മഫലം ഒന്നും ഉദ്ദേശിക്കാതെ പ്രവർത്തിക്കുക, അതാണ് ത്യാഗം എന്ന് വിചക്ഷണന്മാർ പറയും, വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ പറയുന്നു. ഇനി മറ്റൊരു അഭിപ്രായമാണ് ഭഗവാൻ, മറ്റുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് എന്നാണ് ഭഗവാൻ ഇവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്യാജ്യം ദോഷവതിത്യേകെ കർമ്മപ്രാഹുർ മനീഷിന. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നു എല്ലാ കർമ്മങ്ങളും ത്യജിക്കണം. കർമ്മഫലം മാത്രമല്ല, എല്ലാ ഭൗതിക കർമ്മങ്ങളും ത്യജിക്കണം എന്നാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ചില ആളുകൾ പറയുന്നത്. ത്യാജ്യം ദോഷവതിത്യേകെ. കാരണം എന്താണ്? എല്ലാ ഭൗതിക കർമ്മങ്ങളും ദോഷമാണ്, ജീവാത്മാവിന് ദോഷമാണ്. ഈ ജീവാത്മാവിനെ വീണ്ടും വീണ്ടും ഭൗതിക ലോകത്തിൽ കുടുക്കിയിടുന്നതാണ് എല്ലാ ഭൗതികാഗ്രഹങ്ങളും ഭൗതിക കർമ്മങ്ങളും ഒക്കെ. അതുകൊണ്ട് എല്ലാ ഭൗതിക കർമ്മങ്ങളും നിർത്തിവെക്കണം എന്നാണ് ചില മനീഷികൾ പറയുന്നത്, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കർമ്മ പ്രാഹുർ മനീഷിന. പക്ഷെ വേറെ ചില ആളുകൾ എന്താണ് പറയുന്നത്? വേറെ ചില വിദ്വാൻമാർ എന്താണ് പറയുന്നത്? യജ്ഞദാന തപകർമ്മ തത്യാജം ഇതി ചാപർ. 3 കാര്യങ്ങൾ ഉപേക്ഷിക്കരുത്. എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കണമെന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷെ ചില ആളുകൾ പറയുന്നത് എന്താണ്? 3 കാര്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്തൊക്കെയാണ്? യജ്ഞദാന തപകർമ്മ തത്യാജം ഇതി ച അപരെ. വേറെ ചില ആളുകൾ പറയുന്നു. എന്താണ് പറയുന്നത്? യജ്ഞവും ദാനവും തപസ്സും ആരും ഉപേക്ഷിക്കരുത്. ബാക്കിയെല്ലാം ഉപേക്ഷിക്കാം. ബാക്കി ഭൗതിക ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാം. ഇത് സന്യാസിയുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും ഉപേക്ഷിക്കണമെന്നല്ല. ഒരു സന്യാസിയുടെ നിലവാരത്തിൽ എത്തിയ വ്യക്തി എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ഉപേക്ഷിക്കണം, അതാണ് പറയുന്നത്. യജ്ഞദാന തപകർമ്മ തത്യാജ്യം ഇടിച്ച അപരം. യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കരുത്. ത്യാജ്യം ഇടിച്ച അപരം. ചില ആളുകള് യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലും 2-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ ശ്ലോകത്തിലും 3-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരുടെ അഭിപ്രായമാണ്. കവയോ വിദു എന്നാണ് ആദ്യത്തെ വരിയിൽ ഭഗവാൻ പറഞ്ഞത്. 2-ാമത്തെ ശ്ലോകത്തിന്റെ കവയോ വിദു, കവിമാർ, ജ്ഞാനമുള്ളവർ, വേദങ്ങളൊക്കെ പഠിച്ചവർ പറഞ്ഞിരിക്കുന്നു. ഇനി സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണന്മാർ, അറിവുള്ളവർ എന്നാണ് പറയുന്നത്. ത്യാഗം കർമ്മഫലത്യാഗമാണ് ത്യാഗം എന്ന് വിചക്ഷണന്മാർ പറയുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? മനീഷിന പ്രാഹുർ മനീഷിന. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നു എല്ലാ ഭൗതിക കർമ്മങ്ങളും ഉപേക്ഷിക്കണം. ഇനി വേറെ ചിലർ പറയുന്നു യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കരുത്. അതെല്ലാം മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മുൻനിർത്തിയാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലാണ് ഭഗവാൻ സ്വന്തം അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ നേരിട്ടുള്ള അഭിപ്രായം ഭഗവാൻ പറയുന്നത് കൊണ്ട് അതാണ് അന്തിമമായിട്ടുള്ള തീരുമാനം, അല്ലെ? ഭഗവാൻ എന്താണോ പറഞ്ഞത് അതാണ് യഥാർത്ഥ സത്യം. ഭഗവാനാണ് പരമസത്യം. ആ ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അന്തിമ തീർപ്പായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഭഗവാൻ ഇതാണ് എന്റെ സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിനുശേഷം പറയുന്നതെല്ലാം ഭഗവാന്റെ തന്നെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ തീരുമാനമാണ്, ഭഗവാന്റെ നിശ്ചയമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. എന്താ ഭഗവാൻ പറയുന്നത്? നമ്മളോട് വായിച്ചു നോക്കാം. ആദ്യം 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകം വായിക്കാം. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേകതത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിന. ഇത് ഭഗവാന്റെ നിശ്ചയമാണ്. എന്താണ് ഭഗവാന്റെ നിശ്ചയം
നമുക്ക് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകത്തിലെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. 4-ാമത്തെ 5-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ശിവരാമൻ പ്രകടിപ്പിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ വരദസത്തമ. ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. ഹേ ഭരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാക്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. ഭാവാർത്ഥം ശ്രീലപ്രഭാതർക്ക് ജയ്. ത്യാഗത്തെ പറ്റി അഭിപ്രായങ്ങൾ പലതുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാഭിപ്രായം വെളിപ്പെടുത്തുന്നത് കൊണ്ട് അതുതന്നെ അന്തിമമായി എടുക്കണം. ഭഗവൻ നിശ്ചിതങ്ങളായ വിവിധ നിയമങ്ങളാണല്ലോ വേദങ്ങൾ. ഇവിടെ ഭഗവാൻ സന്നിഹിതനായിരിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ വാക്കുകൾ അന്തിമമായി കരുതണം. പ്രകൃതിയുടെ ത്രിഗുണത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്രകാരമാണോ ത്യാഗപ്രക്രിയ നടക്കുന്നത്, അപ്രകാരം തന്നെ വേണം അതിനെ വിലയിരുത്താൻ എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ശ്ലോകം 5. ജ്ഞാനദാന തവ കർമ്മ ന ത്യാജം കാര്യമേവ തദ് യജ്ഞോദാനം തപശ്ചേവ പാവനാനി മനീഷിണ. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയെ അല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാണവ 3. ഭാവാർത്ഥം മനുഷ്യ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ആവണം യോഗികളുടെ പ്രവർത്തികൾ. മനുഷ്യന് ആത്മീയോത്കർഷത്തിനായി ചെയ്യേണ്ടുന്ന ശുദ്ധീകരണ പ്രക്രിയകൾ പലതുണ്ട്. അവയിലൊന്നത്രേ വിവാഹം. അതിനെ വിവാഹ യജ്ഞം എന്നു പറയും. കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സന്യാസിയായ ഒരാൾക്ക് വൈവാഹിക കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാമോ? മാനുഷിക ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കുന്ന ഏത് യജ്ഞവും ത്യാജമെന്നാണിവിടെ ഭഗവാൻ പറയുന്നത്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മീയ പുരോഗതിക്ക് സഹായകമാകത്തക്കവണ്ണം അതിനെ ശാന്തമാക്കാനുള്ള യജ്ഞമത്രേ വിവാഹ സംസ്കാരം. സന്യാസികൾക്ക് പോലും അധികമാളുകളെയും വിവാഹയജ്ഞം നടത്താൻ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. സന്യാസികൾക്ക് സ്ത്രീസംഗം നിഷിദ്ധമാണെങ്കിലും അതിന് മുമ്പുള്ള ആശ്രമങ്ങളിൽപ്പെട്ട ഒരു യുവാവിന് വിവാഹ ജീവിതം അരുതെന്ന് വരുന്നില്ല. വിവിധ ഹിതങ്ങളായ യജ്ഞങ്ങളെല്ലാം ഭഗവത് പ്രാപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളവയാണ്. ആദ്യാശ്രമങ്ങളിൽ തന്നെ അവയെ ത്യജിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ദാനവും ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അർഹരായവർക്ക് ചെയ്യുന്ന ദാനം മുമ്പ് പറഞ്ഞതുപോലെ ആധ്യാത്മിക ഉന്നതിയിലേക്ക് വഴിവെക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഇപ്പോൾ ഭഗവാൻ ഇവിടെ ത്യാഗത്തിനെ കുറിച്ച് സ്വന്തമായിട്ടുള്ള അഭിപ്രായം, സ്വന്തമായിട്ടുള്ള നിശ്ചയം എന്താണെന്ന് പറയുന്നുണ്ട്. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമ. ഭഗവാന്റെ നിശ്ചയം എന്താണ്, എന്റെ സ്വന്തം നിശ്ചയം എന്താണെന്ന് ഭഗവാൻ പറയുന്നു. നിശ്ചയം ശൃണുമേ തത്ര. ഭഗവാന്റെ അഭിപ്രായമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ അഭിപ്രായം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരമമായിട്ടുള്ള സത്യത്തെ കുറിച്ച് അറിയുന്നത് ഭഗവാനാണ്. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വേറെ നിശ്ചയമില്ല, അല്ലെങ്കിൽ അഭിപ്രായമില്ല. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമ. ത്യാഗത്തെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ത്യാഗത്തിൽ ഭഗവാന്റെ തീരുമാനം എന്താണ്, ത്യാഗത്തിനെ കുറിച്ച് ഭഗവാന്റെ നിശ്ചയം എന്താണ്, അഭിപ്രായം എന്താണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? ത്യാഗോഹി പുരുഷ വ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിത. ത്യാഗത്തിലും എന്നുണ്ട് പുരുഷ വ്യാഘ്ര. അത് അർജുനെ സംബോധന ചെയ്യുന്നതാണ്. ത്രിവിധ സംപ്രകീർത്തിത, 3 തരത്തിലുണ്ട് ത്യാഗം എന്നാണ് ഭഗവാൻ പറയുന്നത്.
അപ്പൊ ത്യാഗത്തിനെ കുറിച്ച് ഒറ്റയടിക്ക് ഭഗവാൻ പറഞ്ഞു തീർക്കുന്നില്ല. ഭഗവാൻ പറയുന്നു ആളുകളെ സാധാരണഗതിയിൽ ത്യാഗം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് 3 തരത്തിലാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ത്യാഗം ചെയ്യുന്നതെല്ലാം ഈ ഭൗതിക പ്രകൃതിയിലാണ്. ഭൗതിക പ്രകൃതിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ത്രിഗുണങ്ങളുടെ ബാധയുണ്ടാകും. ഒന്നുകിൽ സത്വഗുണത്തിന്റെ പ്രചോദനത്തിന് വഴങ്ങിയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ രജോ ഗുണത്തിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ തമോ ഗുണ പ്രേരിതമായിട്ടായിരിക്കും ചെയ്യുന്നത്. സപ്തരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് 3 തരത്തിലുള്ള ത്യാഗങ്ങളുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ അഭിപ്രായമായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ പറയുന്നത് സംപ്രകീർത്തിത, അങ്ങനെ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അറിയാം. കാരണം എന്താണ്? വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്, വേദങ്ങൾ വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. വേദങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. 3 തരത്തിലുള്ള ത്യാഗത്തിനെ കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ട് എന്നാണ് ഭഗവാൻ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഓരോ തരത്തിൽപ്പെട്ട ത്യാഗവും എങ്ങനെയാണ് എന്നും ഭഗവാൻ വിവരിക്കുന്നുണ്ട്. യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേകത്തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷ്ഠ. യജ്ഞദാന തപസ്സുകളെ കുറിച്ച് ഉള്ള ഭഗവാന്റെ അഭിപ്രായം ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനും പറയുന്നത് യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ്. യജ്ഞദാന തപകർമ്മ നത്യാജ്യം, അതൊരിക്കലും ത്യജിക്കരുത്. നത്യാജ്യം, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയാവാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് ഭഗവാൻ. സന്യാസിയാണെങ്കിൽ പോലും എന്ത് വേണം? യജ്ഞവും ദാനവും തപസ്സും ചെയ്യും. കാരണം എന്താണെന്നും ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ലോജിക്ക്? എന്തിനു വേണ്ടി ചെയ്യണം? എന്തിന് യജ്ഞം ചെയ്യണം? എന്തിന് ദാനം ചെയ്യണം? എന്തിന് തപസ് ചെയ്യണം? അതിന് ഭഗവാൻ പറയുന്നത് എന്താണ്? പാവനാനി മനീഷിന. ഈ യജ്ഞവും ദാനവും തപസ്സും സന്യാസിമാരെ പോലും അല്ലെങ്കിൽ ഉയർന്ന ജ്ഞാനികളെ പോലും ശുദ്ധീകരിക്കുന്നതാണ്. അവരെ കൂടുതൽ ശുദ്ധരാക്കുന്നതാണ്, ആത്മീയമായിട്ട് ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ആത്മീയമായിട്ട് ഉയർത്തുന്ന ആ പ്രവർത്തനങ്ങൾ, യജ്ഞവും ദാനവും തപസ്സും ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് തന്നെയാണ് ഭഗവാന്റെ നിശ്ചയം. യജ്ഞ ദാന തപകർമ്മ നത്യാജ്യം കാര്യമേവത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിന. മഹാത്മാക്കളെ പോലും അത് ശുദ്ധീകരിക്കുന്നതാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഇപ്പോൾ സന്യാസം സ്വീകരിച്ചവർക്കും യജ്ഞം ചെയ്യേണ്ടി വരും അല്ലെ? കലിയുഗത്തിലെ യജ്ഞം നാമജപമാണ്. സന്യാസികളും നാമം ജപിക്കണം, ദാനം ചെയ്യണം. എന്താണ് ദാനം? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ആത്മീയമായിട്ടുള്ള ദാനം, അത് ദാനം ചെയ്യണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. തപസ് ചെയ്യണം. ഇതാണ് തപസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, 4 യമനിയമങ്ങൾ പാലിക്കുക, ഇത് തപസ്സാണ്. അല്ല രാവിലെ തന്നെ എഴുന്നേൽക്കുക, 4 മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ 3:30 എഴുന്നേറ്റ് ഭഗവാന്റെ നിർമ്മാല്യ പൂജയിൽ പങ്കെടുക്കുക. ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുക, ഇതൊക്കെ തപസ്സാണ്. അവിടെ പല പല കഷ്ടതകളും സഹിക്കേണ്ടി വരും, ആളുകളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ട് നമ്മൾക്ക് സൗകര്യങ്ങൾ കിട്ടിയില്ല എന്ന് വരാം. നല്ല സ്ഥലങ്ങൾ, നമ്മൾക്ക് കിടന്നുറങ്ങാനോ ഒക്കെയുള്ള നല്ല സ്ഥലങ്ങൾ കിട്ടിയില്ല എന്ന് വരാം. അതൊക്കെ നമ്മൾ സഹിക്കണം. ആളുകൾ ചിലപ്പോൾ നമ്മളെ കളിയാക്കി എന്ന് വരാം, അത് നമ്മൾ സഹിക്കണം. അതൊക്കെ തപസ്സാണ്. ചിലപ്പോൾ നമുക്ക് പറ്റാത്ത കാലാവസ്ഥയായിരിക്കാം, ചിലപ്പോൾ ചൂട് കൂടുതലായിരിക്കാം, ചിലപ്പോൾ തണുപ്പായിരിക്കാം. അങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. വിപരീത സാഹചര്യങ്ങളിലും ഭഗവാന്റെ നാമം പ്രചരണം നടത്തുക തപസ്സാണ്. അപ്പോൾ സന്യാസിമാരും യജ്ഞവും ചെയ്യുന്നുണ്ട്, ദാനവും ചെയ്യുന്നുണ്ട്, തപസ്സും ചെയ്യുന്നുണ്ട്. അത് അവരെ ശുദ്ധീകരിക്കും. ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും
പുറത്തു കടക്കാൻ അവരെ സഹായിക്കുന്നു യജ്ഞവും ദാനവും തപസ്സും. അതുകൊണ്ട് ഒരിക്കലും പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിക്കരുത്, അതൊരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞ് ധ്യാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കള്ള സന്യാസിയാണ്. ഭഗവാൻ പറയുന്നു യജ്ഞവും ചെയ്യണം, ദാനവും ചെയ്യണം, തപസ്സും ചെയ്യണം എന്നാണ് പറയുന്നത്. യജ്ഞ ദാന തപസ് കർമ്മ ന ത്യാജ്യം കാര്യമേറുന്നത്. യജ്ഞോ ദാനം തപസ്സൈവ പാവനാനി മനീഷിനാം. സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് ശുദ്ധീകരണം ഉണ്ടാവുന്നില്ല. നമ്മൾ പ്രവർത്തിക്കണം, അല്ലെ? കാവ്യ വസ്ത്രം മുട്ടത് കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണ ശുദ്ധീകരണം ഉണ്ടാവുന്നില്ല. എന്ത് വേണം? ശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം, യജ്ഞം ചെയ്യണം, ദാനം ചെയ്യണം, തപസ് ചെയ്യണം. ബാക്കി ഭൗതിക കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കാം. പക്ഷെ യജ്ഞവും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, ദാനം, മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക, മറ്റുള്ളവരെ ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിക്കുക, ഇത് വലിയ ജ്ഞാനമാണ്. ഇത് വലിയൊരു തരത്തിലുള്ള ദാനമാണ്. പിന്നെ തപസ്, അതിനു വേണ്ടിയുള്ള കഷ്ടതകളൊക്കെ സഹിക്കുകയും വേണം. അതാണ് തപസ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കാം? പവനാനി മനീഷിനാണ്. അത് ചെയ്യുന്നവർക്ക് ശുദ്ധി ഉണ്ടാകും. അത് സന്യാസിയാണെങ്കിൽ പോലും അവർക്ക് ശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേറുന്നത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിനാണ്. ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ്, സന്യാസിമാർ മാത്രമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. ആരൊക്കെയാണോ യജ്ഞവും ദാനം തപസ്സും, ഭഗവാന്റെ സേവനത്തിൽ യജ്ഞവും ദാനവും തപസ്സും ഉൾപ്പെടും, അല്ലെ? ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് അതൊരു യജ്ഞമാണ്. ഭഗവാൻ പറയുന്നു, ഭഗവത്ഗീത ഡിസ്കസ് ചെയ്യുന്നത് ജ്ഞാനയജ്ഞമാണ്. ഈ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ ഈ ഒരു സംവാദം ചർച്ച ചെയ്ത് പഠിക്കുന്നത് ജ്ഞാനയജ്ഞമാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് ജപയജ്ഞമാണ്. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് യജ്ഞമാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ദാനമാണ്. അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്നത് തപസ്സുമാണ്. എല്ലാവരും ചെയ്യേണ്ടതാണ്, എല്ലാവരും ശുദ്ധീകരിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ നിശ്ചയം പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ശ്ലോകം, നമ്മളിപ്പോൾ വായിച്ച രണ്ട് ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭഗവാന്റെ ത്യാഗത്തെ കുറിച്ചുള്ള നിശ്ചയമാണ് ഭഗവാൻ പറഞ്ഞത്. ത്യാഗം 3 തരത്തിലുണ്ട് പറഞ്ഞു. യജ്ഞവും ദാനം തപസ്സും ഉപേക്ഷിക്കരുത്, അത് എല്ലാവരെയും ശുദ്ധീകരിക്കുന്നതാണ്, അതുകൊണ്ട് ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ത്യാഗത്തെ 3 വിധമുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്വഗുണത്തിലുള്ള ത്യാഗം, രജോ ഗുണത്തിലുള്ള ത്യാഗം, തമോഗുണത്തിലുള്ള ത്യാഗം. നമ്മൾ ചിലപ്പോൾ പലതിന്റെയും പേരിൽ നമ്മുടെ കർമ്മങ്ങളെ ഉപേക്ഷിക്കാം. അതെല്ലാം സാത്വികഗുണത്തിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ മടി കൊണ്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും, ചെയ്യാൻ മടിച്ച് ഉപേക്ഷിക്കുന്നതായിരിക്കും. അത് ഭഗവാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? അത് തമോഗുണത്തിലുള്ള ദാനമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ആ കർമ്മത്തെ ഉപേക്ഷിച്ചത്. അതെന്റെ മടി കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണോ? ഇതൊക്കെ ഭഗവാൻ വേർതിരിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. 2 പേർക്ക് വായിക്കാം, കൂടുതൽ ശ്ലോകമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കാം. ഓക്കെ, പകുതി വരെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 18. സന്യാസത്തിന്റെ പരിപൂർണത. അർജുന